ജി ഇൻ്റെ ഒപ്പം നടന്നിട്ട് എത്തുന്നില്ലല്ലോ. എന്താ പച്ചക്കറി അവിടെ ഇല്ലാത്ത പെരിയില്? തക്കാളി ഉണ്ടാവോ? തക്കാളി മൂക്കണുള്ളൂ, ഉള്ളതൊന്ന് പറിക്കാം നമുക്ക്. പച്ചക്കറിയൊക്കെ പാടെ മുറൊക്കെ കൊണ്ട് പോന്നിക്കണ്. അല്ല മൂത്ത് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല മൂത്തതല്ലേ, പഴുക്കാൻ നിർത്തണ്ട, പച്ചക്കറി കഴിഞ്ഞിരിക്കണ്. അപ്പോളേ നമ്മളിന്ന് കുറേ പച്ചക്കറി ഉണ്ട് പറിക്കാൻ മൂത്തത്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി വന്നതാണ്. ബാംഗ്ലൂർക്കാർ എത്തിയിട്ടില്ല. അപ്പോൾ ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ പെരിയിൽ തക്കാളിയൊക്കെ കഴിഞ്ഞിരിക്കണ്. പച്ചമുളക് പിന്നെ വീട്ടിലുണ്ട്, പിന്നെ ഇവിടെ പച്ചമുളക് ഇല്ല, ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ പറിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. കുറേ പച്ചക്കറി ഉണ്ടായിക്കണ്. അടിപൊളി ചിരങ്ങ എന്താ അതിൻ്റെ ഭംഗി. പിന്നെ എന്താ പറയാ, എൻ്റെ വീട്ടിലേക്കേ ഒരാൾ വന്നിന്, എന്നും പറയണമെന്ന് കരുതും. സുനിയാണ് കേട്ടോ ഓളെ പേര്. പിന്നെ കോഴിക്കോടുള്ള ആളാണ്, കോഴിക്കോട് ജില്ലക്കാരിയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വന്നിന്. അപ്പോൾ അവർക്ക് ബന്ധുക്കളുണ്ട് പൊട്ടിക്കലിൽ. അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ ഇതിൻ്റെ മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മളെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ കാണാൻ പറ്റിയിട്ടില്ല. അന്ന് മോളൂനെ കണ്ടിക്കണ്. അന്ന് ഞാൻ എങ്ങോട്ടോ പോയിനി. അപ്പോൾ അന്ന് വീട്ടിൽ പായസമൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് എൻ്റെ മോളും എന്ത് ചെയ്തിക്കണെന്ന് അറിയോ, ഓരോ സ്വീകരിച്ച് അവർക്ക് പായസമൊക്കെ കൊടുത്തിരുന്നു. അന്ന് പായസമൊക്കെ കുടിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ മോളിനോട് പറഞ്ഞു, ഇമ്മ പിന്നെ ഒരാൾ വന്നിരുന്നു ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പായസമൊക്കെ കൊടുത്തു, ഉമ്മാനെ കാണാൻ, ഉമ്മാൻ്റെ വീഡിയോ ഒക്കെ കാണലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പോയതായിരുന്നു. എന്നിട്ട് പിന്നെ മോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ അത് അങ്ങോട്ട് മറന്നു കേട്ടോ. പിന്നെ ഉണ്ട് ഇപ്പോൾ 2 ദിവസം മുന്നേ ഇപ്പോൾ ഇവിടെ വന്നിക്കണം എൻ്റെ അടുത്തേക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നു പോയി. അപ്പോൾ കോഴിക്കോട് ജില്ലക്കാരിയാണ്. പൊട്ടിക്കല്ലിക്ക് അവരെ ബന്ധുക്കളെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. സുനി എന്നാണ് അവളെ പേര്. അപ്പോൾ സുനി ഹായ്. അപ്പോൾ നിന്നെ പ്രത്യേകം എടുത്ത് പറയണേ, എനിക്കും തന്നെ ഒരുപാട് സന്തോഷമായി. പിന്നെ പൊട്ടിക്കല്ല് വന്നപ്പോൾ നമ്മളെയൊക്കെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക ഞാൻ തന്നെയാണ് ആ സുനി എന്നുള്ളത് കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് പച്ചക്കറിയൊക്കെ എന്താ വെച്ചാൽ പറിക്കട്ടോ. നമ്മളെ ചിരങ്ങ ഉണ്ടായിട്ടുണ്ട്, ചിരങ്ങ മൂക്കണുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ചിരങ്ങകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇന്നത് കണ്ടില്ലേ പീച്ചിക്ക, അത് ഉപ്പേരി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് പറിക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വഴുതനങ്ങ ഉണ്ട്, വഴുതനങ്ങ പറിക്കട്ടെ. അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയുള്ള വഴുതനങ്ങളാണ്. ഇതിന്മേൽ ഇഷ്ടം പോലെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് പറിച്ചെടുക്കാം. ഞാനാണെങ്കിൽ കത്തിയെടുക്കാനും മറന്ന്. മൂത്തതുണ്ട്, ഈ നല്ലോണം മൂക്കണ്ട. നല്ലോണം മൂത്ത എന്താണെന്നറിയോ, പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ? ചെറിയ മരമാണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറി തരുന്നൊരു ഇതാണ് വഴുതനങ്ങ അറിയുന്നത്. നല്ല അടിപൊളി വഴുതനങ്ങ കേട്ടോ. നോക്കി, ഇതൊക്കെ ശരിക്കും മൂക്കണേ ഉള്ളൂ. ഇത് കണ്ടോ, മൂത്ത് പഴുത്തു. ഇത് കേടാ തോന്നും, പക്ഷെ നല്ല വലിപ്പം വെക്കും. അത് നല്ല വലിപ്പം വെക്കും. ഇതൊക്കെ നല്ലോണം വലുതാവും. പിന്നെ എന്താണെന്നറിയോ, ഇത്ര ആകുമ്പോഴത്തേനാണ് പറിക്കുക. അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട്. ഇതിലൊക്കെ കണ്ടില്ലേ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്ത് സാധനങ്ങളാണെങ്കിലും പച്ചക്കറി ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി നമുക്ക് തക്കാളി നോക്കട്ടോ. തക്കാളി ഞാൻ മുറ ഇവിടെ വെക്കട്ടെ. തക്കാളി ഉണ്ടോ നോക്കട്ടെ. ഞാനേ ഇത് ശരിക്കും മൂത്തിട്ടില്ല. നോക്കണി, മൂത്തിട്ടില്ല. കറി ഉണ്ടാക്കാൻ വേറെ തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാനിതാണ് പറിച്ചു. കണ്ടോ, തക്കാളി വേറെ ഇല്ല, പഴുക്കണേ ഉള്ളൂ. അപ്പോൾ ഞാനിതാണ് പറിച്ചു. അപ്പോൾ ഇതാ നമ്മളെ തക്കാളികൾ മൂക്കണേ ഉള്ളൂ, പിന്നെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. പക്ഷെ കറി ഉണ്ടാക്കാൻ വേറെ തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ പച്ച തക്കാളി അതങ്ങോട്ട് പറിച്ചു. ഈ തക്കാളി ഈ മരത്തുമ്മത്തേന് കേട്ടോ. അങ്ങനെ തക്കാളിയും പറിച്ച് ഇനി നമുക്ക് നമ്മളെ ചിരങ്ങ, അതുപോലെ പീച്ചിക്ക അതൊക്കെ പറിക്കട്ടോ.
എന്നാലും അതിമ്മ കയറിയ പൊളിഞ്ഞോടൂ. ഇജ്ജ് ചിലപ്പോൾ കയറുകയാണെങ്കിൽ പൊളിഞ്ഞാടും, ഞാൻ കയറിയ പൊളിഞ്ഞാടൂല. കത്തി എടുത്തില്ലല്ലേ, കിട്ടുന്നില്ല. ആ ഞാൻ പറഞ്ഞില്ല എന്നോട്, കത്തി ഇല്ലെങ്കിൽ അത് അവിടെ അവിടെ പൊട്ടിക്കല്ലേ. എമിൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. ഇതിൽ വെക്കാം. ചെരങ്ങ പറിക്കണ്ടല്ലേ, ഒന്നും കൂടി ആയിക്കോട്ടെ അല്ലേ. ഒന്നും കൂടി ആയിട്ട് കുറച്ച് ഞങ്ങളുടെ ബാക്കിലാണ്. ചാടി പച്ചക്കറി എവിടുന്ന പറിച്ചത് നമ്മള്? കൂട്ടാൻ വെക്കാനല്ലേ? എമിക്കുട്ട അത് എന്താണെടാ? അപ്പൊ ഇത്രയും പച്ചക്കറി കിട്ടിയില്ലേ എമിക്കുട്ട? നമുക്ക് ഇതാണ് പച്ചക്കറി. വൈതനങ്ങ അങ്ങ പുച്ച്, ഇത് ഇവിടെയും പുച്ച്. ഇങ്ങോട്ട് എത്തിക്ക് നിക്ക്, കൊറേ ഉണ്ട് പറയും ഉമ്മമാനോട്. ഇമ്മമാനോടോ? കൊയ്യുണ്ട്. പോവാ. അപ്പത്തെ മക്കളെ പിന്നെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതല്ല, നമ്മുടെ മോൾട്ടിയും എമിക്കുട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പായസം വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കുക കേട്ടോ. അടപ്രഥമൻ പായസമാണ് ഉണ്ടാക്കുന്നത്. ഇത് അങ്ങോട്ട് ചൂടാറിയിട്ട് ഇതൊക്കെ അവരെ കൊടുത്തിട്ട് അവരെ വിടണം. കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ല. ആകെ എന്താ പറയുക, ഗസ്റ്റുകൾ വന്നപ്പോൾ പെട്ടെന്നായിരുന്നു ഫോൺ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ എമ്മിക്കുട്ടനും മോളും അവരും വന്ന്. അപ്പോൾ എന്താ ഞാൻ വേഗം കുറച്ച് പായസം ഉണ്ടാക്കി അവരെ വിടട്ടെ. എന്നിട്ട് എന്താ പറയുക, ബാക്കിയുള്ള എൻ്റെ വീട്ടിലുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എനിക്ക് നല്ലതുപോലെ മുളക് ഉണ്ടായിട്ടുണ്ട്, വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്, പിന്നെ പച്ചക്കറിയൊക്കെ നടാൻ വേണ്ടിയിട്ട് കുറേ മണ്ണുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ പായസം റെഡി ആക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആര് വന്നാലും, പിന്നെ മോളൂനൊക്കെ അടപ്രഥമൻ പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു 10-25 മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം ആയി കിട്ടും. പിന്നെ ചൂടാറാനുള്ളൂ താമസം. അപ്പോൾ എന്നാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ മോൾട്ടി എമിക്കുട്ടനും പോയിട്ടോ. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഞങ്ങൾ പച്ചക്കറി പറിക്കുന്നതോടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടായി കുറച്ച് മുളകും വഴുതനങ്ങയൊക്കെ ഇവിടെ ഉണ്ടാക്കി കേട്ടോ. ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളവിടെ ഇതാ പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തൽ കണ്ടോ, പന്തൽ ഇട്ടിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ശരിക്ക് കാണിച്ചു തരാം, ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. പിന്നെ അതവിടെ വഴുതനങ്ങ അറിയണത് ഇവിടെ ഉണ്ട്. ഈ വഴുതനങ്ങക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അതാ പച്ചക്കറീൻ്റെ വേസ്റ്റാണ് നമ്മൾ ഇതിനൊക്കെ വഴുതനങ്ങയ്ക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഉണ്ടാവും. അതുതന്നെയാണ് അവിടെ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിൽ പറിച്ചപ്പോഴും ഇതിനൊക്കെ അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മറ്റേ പച്ചക്കറി ഇവിടെ ഉണ്ട്. എന്താ പറയുക, ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം പോയിങ്ങാണ്ടാണ് പച്ചക്കറി പറിച്ചത് ഞങ്ങൾ അവിടുന്ന്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ കണ്ട വീഡിയോയിൽ കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾ വന്ന് അങ്ങനെ പോയി. ഇതാ പിന്നെ മുളക് ഇതാക്കണേ. ഞാൻ ബാക്ക് ക്യാമറയിൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെയ്യുന്ന വളം എന്താണ് അതും ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതുണ്ട്. ഇനി പച്ചക്കറി കുഴിച്ചിടാൻ കുറച്ച് ചാക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ വഴുതനങ്ങ ഒരു മരം എന്നറിയണത്. ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ വഴുതനങ്ങ. ഇതിന് പച്ചക്കറീൻ്റെ വേസ്റ്റാണ് ഞാൻ അടിയിൽ ഇട്ട് കൊടുക്കൽ, മരട്ടിട്ട് കൊടുക്കൽ. പിന്നെ ഇതാ മുളക്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പച്ചമുളക് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. പച്ചമുളക് നമ്മളെ ഇഷ്ടം പടിയുണ്ട് പച്ചമുളക്. ഇതിന് സത്യം പറയുകയാണെങ്കിൽ ഇതിനൊരു വെള്ളം ഞാൻ ചെയ്തിട്ടില്ല. പച്ചക്കറിൻ്റെ വേസ്റ്റോ ഒരു സാധനവും ഇട്ടിട്ടില്ല. നിലത്തൊക്കെ കണ്ട പുല്ലാണ് ഉള്ളത്. പിന്നെ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് ഇതാക്കണ് ചാക്കിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇനി പച്ചക്കറിൻ്റെ വിത്തുകൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്, വിത്ത് എന്താണെന്നുള്ളതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ ഇരിക്കണമെന്ന് നല്ല പണി തന്നെയാണ്.
പിന്നെ മുളകും തൈ പാവിയിട്ട് അത് മുളച്ചിട്ടുണ്ട്. അപ്പം അത് ഓരോരോ ചട്ടിക്കും പാത്രത്തിക്കും ഒക്കെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, ആ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെക്കണം, വെയിൽ തട്ടുന്നത്. ഇതാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുരട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് നമ്മുടെ ജ്യൂസ് ഓറഞ്ച് എന്ന് പറയും. ജ്യൂസ് ഓറഞ്ച് അധികം അത് ഉണ്ടാവാലുണ്ട് കേട്ടോ. അപ്പോൾ പൂവ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, പൂവ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതാ ഇവിടെ ഒരു പൂവുണ്ട്. അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ഇതാ ഇവിടെയാണ്. പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ മുരട് കണ്ടോ ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പടർന്നിട്ട് ഇത് ഇങ്ങോട്ട് പന്തലിങ്ങനെ ഇട്ടെടുത്തിക്കാണ് കേട്ടോ കുഞ്ഞാണിയൊക്കെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, വേനലിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വെള്ളം കലക്കി കുടിക്കാനും ഒക്കെ പറ്റണ ഇതാണ് ഫാഷൻ ഫ്രൂട്ട് അറിയണല്ലേ. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഇതാക്കണ മാങ്ങ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അതാ നമ്മളെ മാങ്ങ, അതിൻ്റെ മുകളിലൊക്കെ ഇഷ്ടംപടി മാങ്ങ ഉണ്ട്. പിന്നെതാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവിടുന്ന് പച്ചക്കറി പറിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉള്ളതും കൂടെ ഒന്ന് കാണിച്ചു തന്നതാണ്. ഇതാണ് ഞാൻ പച്ചമുളക് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് നട്ടാൽ പച്ചക്കറിയൊക്കെ നല്ലതുപോലെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഈ ചാക്കുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടണം എന്നാണ്. പിന്നെ ഇപ്പുറത്ത് എന്താ പറയുക, കുറേ പണിയുണ്ട്, ജോലികൾ ഇന്നുണ്ട്, ഒരുപാട് ജോലികളുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഓരോരോ ജോലികൾ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇന്നലെ കുഞ്ഞാണിയൊക്കെ ശരിയാക്കിയതാണ് കേട്ടോ. അതൊക്കെ ഇവിടെ ബാക്കിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ മുളകുകൾ കാര്യങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ നമുക്ക് നട്ട് പിടിപ്പിക്കാം. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.